Hi all. 2021-2020 previous year question papers നമ്മൾ already discuss ചെയ്തു. ഇവിടെ സെഷൻ 3 accountancy for not for profit organization and partnership accounting 2019 മാർച്ചിലെ question paper ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Question 5 ഡിസ്കസ് ചെയ്യാം. Chaitanya and Sandra are partners in a firm, sharing profits and losses during the financial year 17-18. Sandra withdraw 20,000 quarterly on the beginning of each quarter. അപ്പോൾ ഓരോ ക്വാർട്ടറിലും 20,000 വിഡ്രോ ചെയ്തു എന്ന് വെച്ചാൽ 4 ക്വാർട്ടേഴ്സ് ഉണ്ടാവും. ടോട്ടൽ 18,000 അവർ വിഡ്രോ ചെയ്തു. ഇനി ഫൈൻഡ് ഔട്ട് ദ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് 8% per annum. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട് അറ്റ് 8% ആണ്. ഇനി നമുക്ക് ഇതിൽ പീരീഡ് കാണണം. പീരീഡ് ഇവിടെ ക്വാർട്ടറിന്റെ ബിഗിനിങ്ങിൽ എടുക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് 7.5 months ആണ് നമ്മളോട് കൺസിഡർ ചെയ്യുന്നത്. ഓരോ ക്വാർട്ടറിന്റെയും ബിഗിനിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആ ഒരു ഏരിയയിൽ. അപ്പൊ നമുക്കറിയാം ഒരു മന്തിന്റെ മിഡിലിൽ എടുക്കുമ്പോൾ, ഒരു മന്തിന്റെ ബിഗിനില്, മന്തിന്റെ എൻഡില് ഓരോന്നിനും നമ്മുടെ പീരീഡ് ഡിഫറെന്റ് ആവും. ഇവിടെ എന്തായാലും 7.5 months ആണ് നമുക്കുള്ളത്. അപ്പൊ ഇനി നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാം, എത്രയാണ് ഇതിന്റെ ടോട്ടൽ ഇൻട്രസ്റ്റ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. So it is 20,000 into 4, that is 80,000 into 8%, 8 by 100 into 7.5 by 12. ഇത്രയാണ് വരുന്നത്. ഇവിടെ നമ്മളിവിടെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യാം. So 800 into 2 into 2.5. 1,600 into 2.5. That is equal to. ഇതാണ് ആൻസർ. നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടുന്നത് 4,000 rupees ആണ്. നമുക്ക് നോക്കാം. 80,000 into 8% into 7.5. ഇത് പീരീഡ് ആണ്. divided by 12 is equal to 4,000. If average period is reached as 7.5 months, ഇത് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ 7.5 months കിട്ടുന്ന അതിന് തന്നെ ഒരു സ്കോർ കിട്ടുന്നതാണ്. ആക്ച്വലി 2 സ്കോർ ഉണ്ട്. ഇവിടെ ഈ ഒരു പീരീഡ് നമ്മൾ കണ്ടെത്തുമ്പോൾ തന്നെ നമുക്ക് ഒരു സ്കോർ നമുക്ക് ഇത് കിട്ടുന്നതാണ്. സോ നമ്മൾ ഇങ്ങനെ ഈ ഡ്രോയിങ്സിന്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ പീരീഡ് കണ്ടെത്തുന്നതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണം. ഓക്കെ. Now, the 6th question. Najiba, Sherin and Nasser are equal partners. Nasser decides to retire. On the date of his retirement, the balance sheet of the firm showed a general reserve of 40,000 and a profit and loss account of 20,000 debit balance, that is loss. Okay, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ജനറൽ റിസർവിൽ 40,000 ഉണ്ട്, പിന്നുള്ളത് 20,000 നഷ്ടമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കും. സോ ലെറ്റ്സ് ലുക്ക് ഇൻടു ദാറ്റ്. ഇപ്പൊ ഇവിടെ ജനറൽ റിസർവില് എമൗണ്ട് നമുക്കറിയാം. ജനറൽ റിസർവിലുള്ളത് 40,000 to be shared among the 3. ആൻഡ് P&L അത് 20,000 നഷ്ടമാണ്. അപ്പൊ ഇതും നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്കറിയാം ജനറൽ റിസർവിലുള്ളത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഈ ക്രെഡിറ്റ് ബാലൻസിനെ നമ്മൾ പാർട്ട്നേഴ്സിലേക്ക് കൊടുക്കുമ്പോൾ അത് ഡെബിറ്റ് ബാലൻസ് ആവും. സോ ജനറൽ റിസർവ് അക്കൗണ്ട് ലെറ്റർ 40,000 to 3 പാർട്ട്നേഴ്സ്, to Najiba, to Sherin and to Nasser. ഇവിടെ നമുക്ക് നോക്കേണ്ടത് ഈക്വൽ പാർട്ട്നേഴ്സ്. ഈക്വൽ പാർട്ട്നേഴ്സ് ആകുമ്പോൾ നമ്മൾ അതിന് കൊടുക്കേണ്ട എമൗണ്ട് അറിയാലോ. 40,000 divided by 3, that is 13,333, 13,333 and 13,334. ഇങ്ങനെ നമ്മൾ 3 ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഹിയർ GR distributed among partners. Okay. Now, രണ്ടാമത്തെ കേസിൽ
ഇനി ഒരു ലോസ് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. സി 20,000 ലോസ് ഉണ്ട്. അപ്പം ഇത്രയും എമൗണ്ട് ഇനി നമ്മൾ തിരിച്ചു കൊടുക്കാം. ഐ മീൻ തിരിച്ചു കൊടുക്കല്ല, ഇവരുടെ അതും ഈ പാർട്ട്നേഴ്സിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത്. സോ ഹിയർ പാർട്ട്നേഴ്സിന് നഷ്ടമാണ് സഹിക്കുന്നത്. സോ ഫസ്റ്റ് നജീബ ഡെറ്റർ, ഷെറിൻ ഡെറ്റർ, നാസർ ഡെറ്റർ, ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് 20,000 രൂപ. ഈ 20,000 നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. 666. Nasiba debtor 66, then 6,666 for Sharin, and for Nasa 6,667. ഇത് നമ്മൾ ഈ 20,000ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ ഒരാൾ എമൗണ്ട് മാറുന്നതാണ്. ആക്ച്വലി ദിസ് ഹാസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി. അപ്പോൾ ഇങ്ങനെ ഈ ലോസ് ഈ 3 പാർട്ട്നേഴ്സിലേക്ക് കൂടി നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതിനെ നമ്മൾ ആക്ച്വലി ഒരാളുടെ കേസിൽ മാത്രമല്ല, എന്നുവെച്ചാൽ ഇവിടെ നമുക്ക് നോക്കാം. ജനറൽ റിസർവ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞാൽ 40,000 ഉണ്ടായിരുന്നു. അത് നമ്മൾ 3 ആളിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ നെജിബയുടേത് മീൻ സെക്കൻഡ് ലോസിനെ നമ്മൾ 3 പാർട്ട്നേഴ്സിലേക്ക് അഗൈൻ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ നമുക്കറിയാം ഈ ക്വസ്റ്റ്യനിൽ one partner is retiring, Nasser is deciding to retire. അപ്പൊ ഈ നാസറിന്റെ മാത്രം കാര്യങ്ങൾ നമുക്ക് കാണിച്ചാൽ മതി. See here, debit general reserve, credit Nasser capital account 1334. അപ്പൊ ഇവിടെ നാസറിന്റെ മാത്രം കാണിക്കാം രീതിയിൽ. ആൻഡ് ഡെബിറ്റ് നാസർ capital account credit P&L 667 will also attract full score. അതായത് ഇതിനിപ്പോ മൊത്തത്തിലുള്ളത് 2 മാർക്കാണ്. ഇനി ഇത് നമ്മൾ ഈ രീതിയിൽ ചെയ്യാതെ ജനറൽ റിസർവ് then നാസറിന്റെ മാത്രം കൺസിഡർ ചെയ്യുക. ആ എമൗണ്ട് 1334 കൊടുക്കുക. അതുപോലെ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 6667 ആൻഡ് നാസർ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്താൽ അത് മാത്രം ചെയ്താലും ഇതിന്റെ ഫുൾ മാർക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അതായത് ഈ പീരീഡിന്റെ എൻഡിൽ നമ്മൾ എല്ലാ അക്കൗണ്ടും ആക്ച്വലി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നാസർ അത് റിട്ടയർ ചെയ്യുന്ന ആ പാർട്ണറുടെ ഇത് മാത്രം കാണിച്ചാലും നമുക്ക് സ്കോർ കിട്ടുമെന്നാണ് പറയുന്നത്. Then complete the worksheet based on the hint given below. ഇവിടെ നമുക്കൊരു വർക്ക്ഷീറ്റ് ഉണ്ട്, അതിൽ തന്നിട്ടുള്ള ഹിന്റിന്റെ ബേസിൽ നമ്മളിത് ചെയ്യാം. സോ ഹിയർ ഹിന്റ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ടു റിയലൈസേഷൻ. തന്നിട്ടുള്ള ഹിന്റ് എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ടു റിയലൈസേഷൻ, ഇതൊരു ട്രാൻസാക്ഷൻ ആണ്. അതിന്റെ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ടു അസറ്റ്. അസറ്റ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു, റിയലൈസേഷൻ അക്കൗണ്ട് ടു അസറ്റ്സ്. ഇനി ഇവിടെ സെയിൽ ഓഫ് അസറ്റ്, ഇതിൽ നമ്മൾ ഈ അസറ്റ് സെല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നെ വരുന്ന ട്രാൻസാക്ഷന്റെ ജേണൽ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ, ഇങ്ങനെ വരും. സോ ദിസ് ഇസ് ആൻസർ ഹിയർ. ദെൻ ദ സെക്കൻഡ് കേസ് ഇസ് ലയബിലിറ്റീസ് ടു റിയലൈസേഷൻ. ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് നോക്കാം. റിയലൈസേഷൻ ടു അസറ്റ്, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഇവിടെ ലയബിലിറ്റീസ് ടു റിയലൈസേഷൻ, അതായത് ട്രാൻസ്ഫർ ഓഫ് ലയബിലിറ്റീസ് ടു റിയലൈസേഷൻ. അതായത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് അസറ്റും ലയബിലിറ്റിയും നമ്മൾ ട്രാൻസ്ഫർ ആയി കൊടുക്കുന്ന ജേണൽ എൻട്രീസ് ആണ് റിയലൈസേഷൻ അക്കൗണ്ട് ടു അസറ്റ്, അതുപോലെ ലയബിലിറ്റീസ് ടു റിയലൈസേഷൻ. So see cash account to realization, then transfer of liabilities to realization. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ആൻസർ ചെയ്യേണ്ടത്. Then അടുത്ത ക്വസ്റ്റ്യൻ, the profit earned by a business. ഇവിടെ ആൻസർ any 2 questions from 8 to 10. 8, 9, 10 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും 2 നമ്മൾ ആൻസർ ചെയ്തതാണ്. Each carries 3 scores. 3 സ്കോർ ആണ് ഓരോന്നിനുള്ളത്. So the profits earned by a business from firm during the last 4 years are 90,000, 80,000, 1,20,000 and 1,10,000 respectively. Normal rate of return is in similar business is 8%. That is important. 8% is the normal rate of return. Calculate value of goodwill by capitalization of average profit. Assume that the value of net asset is 9 lakh. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ആവറേജ് പ്രോഫിറ്റ് കണ്ടിട്ട് അതിനെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാം. ക്യാപിറ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ
സിമിലർ ബിസിനസിന് 8% കൊടുക്കുന്നുണ്ട്, കിട്ടുന്നുണ്ട്. 8% ആണ് അവരുടെ സിമിലർ ബിസിനസ് ഓർഗനൈസേഷൻസിന്റെ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ ഇവിടെ നമ്മൾ എത്രയാണ് ഇതിന്റെ ആവറേജ് പ്രോഫിറ്റ് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ഹിയർ ഇറ്റ് ഈസ് 90,000 പ്ലസ് 80,000 പ്ലസ് 1,20,000 പ്ലസ് 1,10,000. ഇതിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 90 പ്ലസ് 80 1,70,000 പ്ലസ് 1,20,000 എന്ന് പറഞ്ഞാൽ 2,90,000 പ്ലസ് 1,10,000 എന്ന് പറഞ്ഞാൽ 4 lakh. Yeah, 4 lakh rupees. Here, ഇപ്പൊ 4 ലക്ഷമാണ് ഇവരുടെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 4, ദാറ്റ് ഈസ് 1 lakh rupees. 1 lakh rupees ആണ് ഇവരുടെ ആവറേജ് പ്രോഫിറ്റ്. ഇനി ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പൊ ആവറേജ് പ്രോഫിറ്റ് നമുക്ക് കിട്ടി, പക്ഷെ നമുക്ക് അതുപോലെ തന്നിട്ടുണ്ട് നോർമൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 8% ആണ്. അപ്പൊ 8% ഈ ഫേമിന്റെയും അസ്യൂംഡ് റിട്ടേൺ ആണെന്ന് നമ്മൾ വിചാരിക്കുക. അപ്പൊ 1 lakh എന്ന് പറഞ്ഞാൽ ഈ ഫേമിന്റെ റിട്ടേൺ ആണ് എന്ന് വെച്ചാൽ 8% ആണ്. 8% is equal to 1 lakh. ഓക്കെ, ബിസിനസിന്റെ റിട്ടേൺ. അപ്പൊ ഇതിന്റെ ക്യാപിറ്റൽ എത്രയായിരിക്കും എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യണം. സോ capitalization of this average profit. Average profit പറഞ്ഞാൽ 1 lakh എന്ന് പറഞ്ഞാൽ ഇത് 8% ആണ്. 1 lakh എന്ന് പറഞ്ഞാൽ 8% ആണ്. സോ അതിനെ 100% ആക്കും. അതായത് അതിന്റെ ക്യാപിറ്റലിന്റെ വാല്യൂ എത്രയാണെന്ന് നോക്കുമ്പോൾ 100 divided by 8. അതായത് 1 lakh 8% ആണ്. അപ്പൊ അതിനെ നമ്മൾ അതിന്റെ ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ 1 lakh into 100 by 8 ആണ് നമ്മൾ ചെയ്യേണ്ടത്. That is equal to 12,50,000. അപ്പൊ 12,50,000 ആണ് ഇതിന്റെ ഒരു ക്യാപിറ്റലൈസേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ ഗുഡ്വിൽ ബൈ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് അസ്യൂമിംഗ് ദാറ്റ് വാല്യൂ ഓഫ് നെറ്റ് അസറ്റ് ഇസ് 9 lakhs. അപ്പൊ നെറ്റ് അസറ്റ് എക്സ്ക്ലൂഡിംഗ് ഗുഡ്വിൽ, നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ is equal to 9 lakh. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഗുഡ്വിൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഗുഡ്വിൽ is equal to this capitalized value. Capitalization of average profit is 12,50,000 minus this net asset. ഇവിടെ നെറ്റ് അസറ്റിന്റെ വാല്യൂ 9 lakh ആണ്. അതായത് ഗുഡ്വിൽ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ബാക്കിയുള്ള അസറ്റിന്റെ വാല്യൂ ആണ് 9 lakh. Goodwill is equal to 3,50,000. 3,50,000 ആണ് ഇവിടെയുള്ള ഈ ഗുഡ്വിൽ വാല്യൂ. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യം ആവറേജ് പ്രോഫിറ്റ് കാണണം. ആവറേജ് പ്രോഫിറ്റ് കണ്ടിട്ട് നമ്മൾ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യണം. ആവറേജ് പ്രോഫിറ്റ് സിമിലർ ഫോമിന് 8% ആയതുകൊണ്ട് ഇവിടെ നമ്മൾ 8% ആണ് 1 lakh നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ക്യാപിറ്റൽ എത്ര ഉണ്ടാവും എന്ന് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് 100 by 8 നമുക്ക് ചെയ്താൽ 12,50,000 ക്യാപിറ്റൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. സോ ഫ്രം ദിസ് വാല്യൂ ഇഫ് യു ആർ ഡിഡക്ടിംഗ് ദ നെറ്റ് അസറ്റ് വി വിൽ ഗെറ്റ് ഗുഡ്വിൽ. അപ്പൊ അങ്ങനെ ഗുഡ്വിലിന്റെ വാല്യൂ 3,50,000. 1 lakh and average profit calculate ചെയ്തു. Capitalization, see average profit is equal to capitalization of average profit is 1 lakh. Average profit into 100 by 8 is equal to 12,50,000. So goodwill is 12,50,000 minus 9 lakh. 9 lakh എന്ന് പറഞ്ഞാൽ net asset, that is 3,50,000. Okay, other question നോക്കാം. Shruti, Alina and Febina are partners in the ratio of 3:2:1. Shruti retires and her share is acquired by the remaining partners in the ratio 3:2. Calculate the new ratio. So ശ്രുതി ആണ് ഇവിടെ പോകുന്നത്. അത് ശ്രുതിയുടെ വാല്യൂ 3/6 ഉണ്ടായിരുന്നു. ഓക്കെ, സോ ലെറ്റ്സ് സീ ഷെയർ acquired by Alina.
നമ്മൾ അലീനയുടെയും ഫെബിനയുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. So that is equal to ശ്രുതിയുടെ ആദ്യത്തെ റേഷ്യോ, that is 3/6. ഇതാണ് ശ്രുതിയുടെ ആദ്യത്തെ റേഷ്യോ ഇൻറ്റു ഇവര് അലീന അക്വയർ ചെയ്യുന്ന റേഷ്യോ 3/5. 3/5 ആണ് അലീന അക്വയർ ചെയ്യുന്നത്. That is equal to 9/30. ഇനി ഷെയർ അക്വയർഡ് ബൈ ഫെബിന, that is equal to 3/6 again, Srudira 3/6 into 2/5, that is equal to 6/30. Now new share of Alina. Alina the pudhiya share nu parnal new share of Alina. Alina the pudhiya share nu parnal Alina യുടെ പഴയ ഷെയർ, that is 2/6. 2/6 പ്ലസ് അലീന ഇവിടെ അക്വയർ ചെയ്തത് 9/30 ആണ്. 9/30, that is equal to LCM നമ്മൾ ചെയ്യുകയാണെങ്കിൽ 19/30 വരും. എന്നുവെച്ചാൽ ഇവിടെ ഇൻറ്റു 5 ഇവിടെ ഇൻറ്റു 5 കൊടുക്കുക. സോ 10 divided by 30 ആവും, that is 19/30. ഇനി ന്യൂ ഷെയർ ഓഫ് ഫെബിന, ഫെബിനയുടെ പഴയത്, that is 1/6 into ഫെബിന അക്വയർ ചെയ്തത് 6/30 ആണ്. That is equal to, sorry, into അല്ല പ്ലസ് ആണ്. സോ ഇത് നമ്മൾ ഡിനോമിനേറ്റർ 30 ആക്കാൻ വേണ്ടി ഇവിടെ 5 കൊടുക്കുക, ഇവിടെയും 5. That is 5/30, that is 5 plus 6/30, that is 11/30. So the new ratio is 19:11. Okay. So ഇവിടെ ദാ ഷെയർ അക്വയർഡ് ബൈ അലീന, ശ്രുതിയുടെ ആദ്യത്തെ റേഷ്യോ ഇൻറ്റു അക്വയർ എന്ന വാല്യൂ 9/30. Then acquired by Fabina, ശ്രുതിയുടെ ആദ്യത്തെ വാല്യൂ ഇൻറ്റു അക്വയർ ചെയ്യുന്ന വാല്യൂ, that is 6/30. Now new share, Alina's old share plus the acquired value, that is 9/30. Then new share of Fabina, that is Fabina's old share plus the acquired value 6/30, that is equal to 11/30. So the new ratio is 19:11. Now the 10th question. Ashina, a commerce student, is in a dilemma that she has no clear idea about the differences between dissolution of partnership and dissolution of a firm. Can you help her by giving 3 points of differences in this regard? So നമ്മളോട് ചോദിക്കുകയാണ് ഇതിന്റെ 3 ഡിഫറൻസസ്, ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. അപ്പോൾ നമുക്കറിയാം പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ. അറിയാം ഇവിടെ ബിസിനസ് നിർത്തുന്നില്ല, അതായത് ഒരു റീകൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുന്നതിനൊക്കെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആണ്. സോ ഇവിടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഇവിടെ നോട്ട് കണ്ടിന്യൂ ചെയ്യും അല്ലെ. ദെൻ ഇവിടെ അസറ്റും ലയബിലിറ്റീസ് എല്ലാം റീവാല്യൂ ചെയ്യുന്നുണ്ട്, ഇവിടെ അസറ്റും ലയബിലിറ്റീസ് എല്ലാം വിറ്റു. സെല്ലിംഗ് ഓഫ് അസറ്റ് ആൻഡ് പേയിങ് ഓഫ് ലയബിലിറ്റീസ്. അതാണ് സംഭവിക്കുക. ദെൻ ഇവിടെ ഓരോ സമയത്തും ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറുന്നുണ്ട്. അതെല്ലാം സംഭവിക്കുമ്പോൾ ഇവിടെ എക്കണോമിക് റിലേഷൻഷിപ്പ് ആർ ചേഞ്ചിങ്. ഇവിടെ അത് മാറുന്നു എന്ന് പറഞ്ഞാൽ എൻഡ് ചെയ്യണം അല്ലെ. ഒരു ഡിസൊല്യൂഷൻ ഓഫ് ഫോം സംഭവിക്കും, പിന്നെ അവർക്ക് അതൊരു ബന്ധമില്ല. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ദ നെക്സ്റ്റ് പീരീഡ് ഈസ് പ്രിപ്പയർഡ് എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ്. ഇവിടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നില്ല, ഇത് മൊത്തത്തിൽ സെറ്റിൽ ഓഫ് ചെയ്യാണ് ചെയ്യുന്നത്. Okay, so no balance sheet prepared. Same dissolution. Here, business is not terminated in the case of partnership. That means it is continuing. This is closed or terminated. Asset and the liabilities are revalued. Here they are sold and paid off. Then economic relationship changes. Here it comes to an end. Then balance sheet is prepared immediately. Here balance sheet is not prepared. Okay, so these are the differences. So here see
any 3 is enough. But a 3 mark in the question, 3 differences is enough. Then answer all questions from 11 and 12. Each carries 4 scores. ഇവിടെ 11 12 എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് അതൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Miss Bhavya, the secretary of Butterfly Arts and Sports Club, is not aware about the treatment of tournament fund in their balance sheet. As a commerce student, you are required to help her based on the following details. അപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സെക്രട്ടറിയെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളിത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത്. സോ ഹിയർ tournament expenses, tournament fund, donation for tournament, collection from sale of tournament tickets. ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യണം എങ്ങനെയാണ് ഇവരുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്കറിയാം ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് ഈ കാര്യങ്ങൾ വരിക. അപ്പോ ഇവിടെ അസറ്റ് സൈഡ് ഉണ്ട്, ഇവിടെ ലയബിലിറ്റി സൈഡ് ഉണ്ട്. ഇതൊരു ഫണ്ട് ഉണ്ട്. സോ ടൂർണമെന്റ് ഫണ്ട് 22,000 ആണ്. സോ ടി ഫണ്ട് 22,000. ദെൻ അതിലേക്ക് വന്നിട്ടുള്ള ഡൊണേഷൻസ് 8,000 ആദ്യം. അഗൈൻ ഡൊണേഷൻ 8,000. ഇത് ആഡ് ചെയ്യേണ്ടതാണ്. Again, we have to add another thing. Collection from sale of tournament tickets. Collection from sale of tournament tickets. That is 6,000. Another amount of 36,000 less. You tournament നടത്താൻ നമുക്ക് വന്നിട്ടുള്ള expenses. So that is 16,000. So remaining is 20,000. ഇതാണ് നമ്മൾ ഇവിടെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഇവിടെ ആൾക്ക് പറഞ്ഞു കൊടുക്കുക. സോ അഗൈൻ ബാലൻസ് ഷീറ്റ് ഇസ് പ്രിപ്പയർഡ്. അസറ്റ് സൈഡിൽ ഇപ്പൊ നമ്മൾ ഇവിടെ ഒന്നും കാര്യം ചെയ്യുന്നില്ല, കാരണം ക്വസ്റ്റ്യൻ അസറ്റിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ലയബിലിറ്റി സൈഡിൽ ടൂർണമെന്റ് ഫണ്ട് 22,000, then donation, sale of tickets, so total 36,000. Then from that expense is deducted, that is 16,000. So remaining amount is 20,000. ഇതിന് ഓരോന്നിനും സി 1 2 3 ഈ ഓരോന്നിനും നമുക്ക് ഓരോ മാർക്ക് കിട്ടും. പിന്നെ ടോട്ടൽ സ്കോർ 16,000. ഇതിൽ ഓരോ ഐറ്റം ടൂർണമെന്റ് ഫണ്ട്, ഡൊണേഷൻ, ടിക്കറ്റ്, ഇങ്ങനെ ഓരോ ഐറ്റത്തിനാണ് ഇവര് മാർക്ക് തരുന്നത്. ഓക്കെ, സോ ടോട്ടൽ സ്കോർ ഈസ് 4. Then 12th question. The 12th question is Gracie, Shiana, and Subisha were partners in the firm, sharing profits in the ratio 5:3:2. Their balance sheet as on 31/3/2017 stood as follows. So ഇവിടെ ഇവരുടെ profit sharing ratio 5:3:2. ഇനി balance sheet നോക്കാം. Creditors, general reserve, then capital തന്നിട്ടുണ്ട്. Then land and machinery, land and milling, land and machinery, stock, debtors, right? Assets and the values തന്നിട്ടുണ്ട്. Gracie died on 1/10/2017. Her legal heirs are to be settled on the following terms: interest on capital to be provided 10%. Then profit till date of death may be calculated on basis of last year's profit, which was 30,000. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിൽ നമ്മൾ ഇവരുടെ പ്രിപ്പയർ ചെയ്യാം. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട്, പ്രിപ്പയർ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ദ ഡിസീസ്ഡ് പാർട്ണർ. ഇവിടെ ഡിസീസ്ഡ് പാർട്ണർ എന്ന് പറഞ്ഞാൽ ഗ്രേസിയാണ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഗ്രേസിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ളതാണ് ഇവിടെ നമുക്കുള്ള ടാസ്ക്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ഗ്രേസിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട്, ഇതില് ആദ്യമുള്ള ബാലൻസ് നമുക്കറിയാം. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി. സോ ഹിയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ ഇസ് 60,000 rupees. അവരുടെ ക്യാപിറ്റൽ ഇവിടെ ക്വസ്റ്റ്യൻ 60,000 rupees. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ബി പ്രൊവൈഡഡ് അറ്റ് 10% per annum, 10% കൊടുക്കണം. ഇവിടെ ഇവര് ഇൻട്രസ്റ്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ 1/10/2017 വരെയാണ് ഉണ്ടായിട്ടുള്ളത്.
എന്ന് വെച്ചാല് ഒരു വർഷത്തിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ 31/3/2017 ആണ്. സോ ഇവിടെ 6 മാസത്തേക്കാണ് ഇവരിവിടെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, സോ 6 months ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ 60,000, അതിന് 10% എന്ന് പറഞ്ഞാൽ യൂഷ്വൽ കേസിൽ അത് 6,000 വരും. പക്ഷെ ഇവിടെ 6 monthsനുള്ളൂ. അപ്പൊ ഇൻറ്റു 1/2 അല്ലെങ്കിൽ 6/12 നമ്മൾ ചെയ്യേണ്ടി വരും. സോ ഇൻട്രസ്റ്റ് നമുക്കറിയാം, 60,000 into 10% into 6/12. Okay, so that is 6,000/2, that is 3,000. So interest on capital is 3,000. Now profit and loss suspense account. See, profit till date of death, അത് 30,000 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 30,000 into ഇവരുടെ ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ഇത് നോക്കിയിരുന്നു 5:3:2, that is 5/10 ആണ്. into 5/10 into 6 മാസത്തേക്ക്, that is 6/12 നമ്മൾ ചെയ്യേണ്ടത്. So that is 3,000 into 5 divided by 2, that is 3,000 into 5 എന്ന് പറഞ്ഞാൽ 15,000 divided by 2, that is 7,500. Profit and loss suspense account. ഇനി ജനറൽ റിസർവ്, ഇവിടെ നമുക്ക് ജനറൽ റിസർവിൽ എമൗണ്ട് ഉണ്ട് 12,000. അതില് 5 പോർഷൻ 5:3:2 5 പോർഷൻ അവർക്ക് അവകാശപ്പെട്ടാണ്. സോ ജനറൽ റിസർവ് ഇസ് 12,000 into 5/10, that is equal to 6,000. അപ്പൊ ഇത്രയാണ് ഇവരുടെ ക്യാപിറ്റലിലേക്ക് പോകേണ്ട എമൗണ്ട്. ദാറ്റ് ഈസ് 60,000 plus 63, 69, 76, 500. ഇത്രയാണ്. So your balance carried down, that is 76,500. So here the capital account is given. Balance brought down 60,000. Interest on capital, that is 3,000. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു. Profit and loss suspense account ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു. Then general reserve ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് general reserve into 5/10. So the total capital amount is 76,500. Okay. Okay, 13th question നോക്കാം. Answer all the questions from 13 and 14. Each carries 5 scores. So the 13th question is, Priya is a partner in a firm. Her capital at the end of the financial year is 2 lakh. 2016-17 2 lakh ആണ് അവരുടെ ക്ലോസിംഗ് ആയിട്ടുള്ള ക്യാപിറ്റലിന്റെ ബാലൻസ്. ഡ്യൂറിംഗ് ദ ഇയർ ഷീ ഹാഡ് വിത്ഡ്രോൺ 30,000 അവർ വിത്ഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. Her share of profit before charging interest on capital for the year was 8,000. അതുപോലെ ഈ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് ഉണ്ടായിരുന്ന പ്രോഫിറ്റിന്റെ ഷെയർ എന്ന് പറഞ്ഞാൽ 8,000 rupees ആണ്. സോ കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 10% per annum. ഓക്കെ, അപ്പോ ഇവർക്ക് 10% per annum ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ആ ക്യാപിറ്റലിൽ കൊടുക്കുന്നത് എത്രയായിരുന്നു ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് തന്നിട്ടുണ്ട് ക്ലോസിംഗ് ക്യാപിറ്റലിന്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്. അതായത് at the end of the financial year, see here this point is important. End of the financial year 2016-17 was 2 lakh. So നമുക്ക് ഇവിടെ ആൻസർ അറ്റൻഡ് ചെയ്യുന്നത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ is equal to 2 lakh. അപ്പോൾ ഈ 2 lakh ആണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത് ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ വാല്യൂ ആണ്. കാരണം ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ വാല്യൂയിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റലിലാണ്. സോ ക്ലോസിംഗ് ക്യാപിറ്റലിന്റെ ബാലൻസ് ഓഫ് ദാറ്റ് ഈസ് 2 lakh. ദെൻ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഡ്രോയിങ്സ്. അതായത് ക്ലോസിംഗ് ആവുന്നത് അല്ലെങ്കിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടുന്നതിൽ നമുക്കിവിടെ നിന്നിട്ട് അവർ കുറച്ച് ഡ്രോയിങ്സ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഡ്രോയിങ്സ് അതിലേക്ക് ആഡ് ചെയ്യണം എന്നുള്ളതാണ്. സോ ഡ്രോയിങ്സ് ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ട്രൂ ഫിഗർ നമുക്ക് കിട്ടുന്നു. സോ ദാറ്റ് ഈസ് 2,30,000 ആയി മാറും.
Okay. Now, here question her share of profit before charging interest on capital for the year was 8,000. അപ്പം ഈ വർഷം അവർക്ക് പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പ്രോഫിറ്റ് കൊടുക്കുമ്പോൾ അതിന്റെ വാല്യൂ 8,000 ആണ്. ഈ പ്രോഫിറ്റ് ഇതിന്ന് ഡിഡക്ട് ചെയ്യുമ്പോഴാണ് അവരുടെ ഒറിജിനൽ ആയിട്ടുള്ള ക്യാപിറ്റലിന്റെ വാല്യൂ കിട്ടുക. കാരണം ഈ പീരീഡിൽ അവർക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ആണ്. അപ്പൊ ആ പ്രോഫിറ്റിന് അതിൽ നിന്ന് കുറക്കുക എന്നുള്ളതാണ്. ലെസ് പ്രോഫിറ്റ്, അവർക്ക് കൊടുത്തിട്ടുള്ള പ്രോഫിറ്റ് 8,000 rupees ആണ്. ഈ പ്രോഫിറ്റ് കുറക്കുമ്പോൾ, കാരണം ഈ പീരീഡിൽ അവർക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ആണ്, അപ്പൊ ആ പ്രോഫിറ്റിനെ കുറക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ വാല്യൂയിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് 2,22,000. അവർക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, അതിലേക്ക് ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു. കാരണം ആ ക്യാപിറ്റൽ നമ്മൾ വിഡ്രോ ചെയ്തതിന് നമ്മൾ ആഡ് ചെയ്യുന്നു. പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള പ്രോഫിറ്റിനെ നമ്മൾ ഇവിടെ റെഡ്യൂസ് ചെയ്യും, ലെസ് ചെയ്യും. അങ്ങനെ നമുക്ക് അതിന്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ വാല്യൂ നമുക്ക് കിട്ടണം. ദാറ്റ് ഈസ് 2,22,000. ഈ ഓപ്പണിംഗ് ക്യാപിറ്റലിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പണത് കിട്ടേണ്ടത് ഈ ഒരു ഓപ്പണിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ ബാലൻസിലായിരിക്കും. ദാറ്റ് ഈസ് 2,22,000 into ക്വസ്റ്റ്യനിൽ 10% ആണ് പറയുന്നത്. 10 divided by 100, that is 22,200. ഇതാണ് ഈ പ്രിയ എന്ന പാർട്ണറിന് ആ വർഷം കിട്ടേണ്ട ഇൻട്രസ്റ്റിന്റെ വാല്യൂ. സോ 22,200. So your closing capital balance 2 lakh. Then drawings add ചെയ്യുന്നു. Then അതിൽ നിന്ന് 8,000 ആ വർഷം അവർക്ക് കിട്ടിയുള്ള പ്രോഫിറ്റ് കൊടുക്കുന്നു. അങ്ങനെ അവർക്ക് ഓപ്പണിംഗ് ബാലൻസ് കിട്ടും. Okay. Now next question is the 14th one. Rinisha and Arya are partners in the ratio of 3:2. Their balance sheet as on 31/3/2017 is given as below. നമുക്ക് ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ്, അസറ്റ് സൈഡ് വന്നിട്ടുണ്ട്. ലെറ്റ്സ് സീ. അസറ്റ്സിൽ ബാങ്ക്, സ്റ്റോക്ക് ഇൻ ഹാൻഡ്, ഡെറ്റേഴ്സ്, സൺഡ്രി അസറ്റ്സ്. സോ ടോട്ടൽ is 1,33,000. Here capital value 47,000, creditors, then reserve fund 26,000, and total is 1,33,000. The firm is dissolved on 31/3/2007. Prepare the realization account by considering the following. നമ്മൾ ഇവിടെ ഈ റിയലൈസേഷൻ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യണം. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ്സ് ആണുള്ളത്. സ്റ്റോക്ക് റിയലൈസ്ഡ് 9,000, ഇവിടെ 10,000 വാല്യൂ ഉണ്ട്, ബട്ട് 9,000 കിട്ടിയുള്ളൂ. Sundry assets sold for 45,000, but 53,000 on value. Realization expenses met, that is 2,000. Then creditors paid in full. The creditors in the value, but 60,000 on the full number 60,000. So now we can create or prepare the realization account. Realization account. Let's see. So first of all, നമ്മൾ ഇവിടെ തന്നിട്ടുള്ള വാല്യൂസ് അങ്ങനെയാണ്. Stock in hand, debit side, stock 10,000, debtors 20,000, then assets 53,000, then creditors 60,000. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ്, സ്റ്റോക്കിന്റെ വാല്യൂ റിയലൈസ് ചെയ്തത് 9,000. സോ 9,000 ക്യാഷ് നമുക്ക് ഇവിടെ കിട്ടും. സ്റ്റോക്കിന് 9,000 കിട്ടുന്നു. ദെൻ സൺഡ്രി അസറ്റിന് 45,000 കിട്ടുന്നു. ദെൻ ഡെറ്റേഴ്സിന് ഒന്നും പറയുന്നില്ല, സോ 20,000 കിട്ടും. സോ ഇറ്റ് വിൽ ബിക്കം 74,000. So 74,000 ക്യാഷ് ആയിട്ട് നമുക്ക് കിട്ടും. സോ ഇവിടെ ക്യാഷ് 74,000. ഇവിടെ ഈ അസറ്റ്സിന് എല്ലാം കൂടെ നമുക്ക് 74,000 കിട്ടും. ഇനി അതുപോലെ ഇവിടെ ക്യാഷ് ആയിട്ട് നമ്മൾ ക്രെഡിറ്റേഴ്സിനെ പേ ഓഫ് ചെയ്യുന്നു. That is 60,000. Then again ക്യാഷ് ആയിട്ട് റിയലൈസേഷൻ എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. That is 2,000. നമ്മളിത് ബാലൻസ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇവിടെ ബാലൻസ് ചെയ്യുമ്പോൾ 10,000 + 20 30,
83, 143, 145,000. ഇവിടെ 145,000 ഇല്ല, ഇവിടെ നമുക്ക് 134,000 ആണുള്ളത്. സോ ഇവിടെ നമുക്കൊരു ലോസ് ഉണ്ട്, റിയലൈസേഷൻ ലോസ് എന്ന് പറഞ്ഞാൽ 11,000 തന്നെയാണ്. 11,000 അത് നമ്മൾ രണ്ട് റിനീഷ ആൻഡ് ആര്യ, റിനീഷ ആൻഡ് ആര്യ ഈ രണ്ട് പാർട്ട്നേഴ്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്തു. ദിസ് വിൽ ബിക്കം 6,600 ആൻഡ് 4,400. അങ്ങനെ 11,000 നമ്മൾ ആ ലോസ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തു. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റലിലേക്ക് നമ്മൾ ഇത്ര എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, സോ ഇവിടെ അങ്ങനെ 1,45,000. സോ ഇത്രയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. റിയലൈസേഷൻ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. ആദ്യം നമ്മൾ അസറ്റ്സ് 3 നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ദെൻ ലയബിലിറ്റിയുടെ വാല്യൂ, ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ കൊടുക്കുന്നു. അസറ്റ്സ് നമുക്ക് 74,000 കിട്ടുന്നുണ്ട്, ക്രെഡിറ്റേഴ്സ് നമ്മൾ 60,000, അതുപോലെ എക്സ്പെൻസ് 2,000 കൊടുക്കുന്നു. അങ്ങനെ ഇവിടെ റിയലൈസേഷൻ ലോസ് സംഭവിക്കുന്നത്, ആ റിയലൈസേഷൻ ലോസ് രണ്ട് പാർട്ട്നേഴ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 15. അപ്പോൾ 15th ക്വസ്റ്റ്യൻ, ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ഫ്രം 15 and 16 which carries 8 marks. അപ്പോൾ 15 ഉം 16 രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിലൊന്ന് ചെയ്താൽ മതി, അതിന് നമുക്ക് 8 മാർക്കാണ് കിട്ടുന്നത്. സോ ലെറ്റ്സ് ലുക്ക് ഇൻടു ദാറ്റ്. Question 15. Right charitable society gives you their receipts and payments account. So basic ആയിട്ടുള്ള receipt and payment account നമുക്ക് തരുന്നത്. Receipts and payment account for the year ending December 31, 2017. Opening balance, cash, then bank. Subscription 26,300, donations 60,000, legacy 44,500, interest on investment, then bank interest received. Then advertisement 5,700, charity expenses, then investments, computer, rent, stationery, printing, then closing bank and cash. അപ്പോൾ ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ. ഇനി കുറച്ച് ഇൻഫർമേഷൻ. പ്രിപ്പയർ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഫോർ ദ ഇയർ എൻഡിംഗ് December 31, 2017. അപ്പൊ ഇവിടെ ബാക്കിയുള്ള ഇൻഫർമേഷൻ എന്താ വെച്ചത്, ഓൺ 1/1/2017 ഓൺ ഓപ്പണിംഗ് ഡേ, ഓപ്പണിംഗ് ബാലൻസിൽ പറയുന്നത് the society owned a building worth 50,000 and furniture worth 20,000 and it had creditors of 10,000. So liability 10,000 ഉണ്ട്, asset had 50 and 20. Donations and legacies are to be capitalized. നമ്മുടെ റെസിപ്റ്റ് സൈഡിൽ കണ്ടിട്ടുള്ള ഡൊണേഷനും ലെഗസി നമ്മൾ അടുത്ത ബാലൻസ് ഷീറ്റിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് അക്രൂഡ് 3,000. അപ്പൊ നമുക്ക് കിട്ടാൻ ഇനി 3,000 ഇൻട്രസ്റ്റ് കിട്ടാൻ. ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് നമ്മൾ കൊടുത്തിട്ടുള്ള റെന്റിൽ 1,000 കൂടി കൊടുക്കാനാണ്. ഇത്രയും കാര്യങ്ങൾ ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഓക്കെ, സോ ഇവിടെ എക്സ്പെൻഡിച്ചർ സൈഡ്, ഇവിടെ ഇൻകം. നമ്മൾ എക്സ്പെൻഡിച്ചർ നമ്മൾ നോക്കാം. ഇവിടെ പേയ്മെന്റിൽ അഡ്വർടൈസ്മെന്റ്സ്, അതിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റും പറഞ്ഞിട്ടില്ല. അഡ്വർടൈസ്മെന്റ്, then charity expenses, investment, charity expenses, charity ഇതിൽ അഡ്ജസ്റ്റ്മെന്റ്സ് പറഞ്ഞിട്ടില്ല. സോ നമ്മൾ ഇതിന്റെ വാല്യൂസ് 5,700 and this one 4,000. ഇതിന്റെ വാല്യൂസ് നമ്മൾ എൻ്റർ ചെയ്യും. Now ഇവിടെ എക്സ്പെൻസസിൽ പേയ്മെന്റ്സിൽ റെന്റ് എന്നുള്ളൊരു ഐറ്റം, ഇവിടെ ഇൻവെസ്റ്റ്മെന്റും കമ്പ്യൂട്ടേഴ്സും ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ഐറ്റംസ് ആണ്. സോ ഇവിടെ നമ്മൾ എടുക്കുന്നില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ റെന്റ് എന്നുള്ള ഐറ്റം ദാറ്റ് ഈസ് 6,000 അല്ലെ. സോ റെന്റ് 6,000 പ്ലസ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് 1,000. സോ ടോട്ടൽ 7,000 ആണ് റെന്റ്. നൗ സ്റ്റേഷനറി ക്വസ്റ്റ്യൻ ഉണ്ട് 1,200. പ്രിന്റിങ്ങിനുള്ളത് 2,500. ഇത്രയും
values നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. Now income side. Income side first item opening balance ഒഴിവാക്കാം. Then subscriptions 26,300. സാധാരണ സബ്സ്ക്രിപ്ഷൻസിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്, ഇതിലൊന്നും പറയുന്നില്ല. So 26,300. Then donations for building. ഇത് നമ്മൾ ഇവിടെ എല്ലാം എടുക്കേണ്ടത്. ഡൊണേഷൻസിന് നമ്മൾ നമ്മുടെ എന്താ പറയാ ബാലൻസ് ഷീറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ ദെൻ ലെഗസീസ്, ഈ ലെഗസി ബാലൻസ് ഷീറ്റ് ഫോണ്ടായിട്ടാണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് 1,600. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് 1,600. സോ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് 1,600. പക്ഷെ അവിടെ പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് അക്രൂഡ് 3,000. സോ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് വിൽ ബിക്കം 1,600 plus 3,000. So that become 4,600. Then next item is ഇവിടെ പറയുന്നുണ്ട് bank interest received. Bank interest received is 500. So ഇത്രയും ആയിട്ടാണ് ഇൻകം സൈഡിലുള്ളത്. എക്സ്പെൻഡിച്ചർ സൈഡിൽ കുറച്ചധികം ആയിട്ട് ഇങ്ങനെ നമ്മൾ ഇന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇതിന്റെ വാല്യൂസ് 5,700 plus 4,000. നമുക്ക് 31,400 കിട്ടുന്നു. ഇവിടെയും 31,400. ഇവിടുത്തെ വാല്യൂ കുറവാണ്. നമ്മൾ ഡിഫറൻസ് നോക്കാം. നമ്മൾ ആഡ് ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് ആയിട്ട് 11,000 കിട്ടുന്നുണ്ട്. കാൽക്കുലേറ്റർ നമുക്ക് ചെയ്താൽ മനസ്സിലാവും. 11,000 ആണ് ഇവിടെ വരുന്നത്. ദിസ് വൺ ഈസ് സർപ്ലസ്. So this is 11,000 ആണ് സർപ്ലസ്. ഈ സർപ്ലസ് ഇനി നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് പോവേണ്ട ഐറ്റം. ഓക്കെ, സോ നമ്മൾ തൽക്കാലം അത് ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. സർപ്ലസ് 11,000 സർപ്ലസ് ഉണ്ട്. ഇനി നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, ദാറ്റ് മീൻസ് ബാലൻസ് ഷീറ്റ് on 1/1/2017 ഓപ്പണിംഗ് ബാലൻസ്. ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ ഇതിൽ പറയുന്നത് കുറച്ച് കാര്യങ്ങൾ. അസറ്റ്സ് 50,000 അസറ്റ് ഉണ്ടായിരുന്നു ബിൽഡിംഗ് ആയിട്ട്. സോ ഇവിടെ അസറ്റ് സൈഡിൽ നമ്മൾ ബിൽഡിംഗ് 50,000, then furniture 20,000, then ഇവിടെ പറയുന്നത് creditors 10,000. So liabilities, creditors 10,000. Then ഇപ്പൊ നമുക്ക് ഓപ്പണിംഗ് വാല്യൂസ് ആയിട്ട് ഇവിടെ ക്യാഷിന്റെയും ബാങ്കിന്റെയും ഉണ്ട്. സോ ക്യാഷ് ഈസ് ഈക്വൽ ടു 12,000, ക്യാഷ് ഈസ് 15,000 and bank is 12,500. So ഇവിടെ cash 15,000 and the bank 12,500. So ഇത്രയും ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് ഇനി നമ്മൾ ഇവിടെ വരുന്ന ബാലൻസ് ക്യാപിറ്റൽ ഫണ്ട് എത്രയുണ്ട് എന്നാണ് നമ്മൾ അറിയേണ്ടത്. So 50 plus 20, 70 plus 85, that is 97,500. This one is 87,500. ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 87,500 ആണ് ഉണ്ടായിരുന്നത്. ഇനി ഈ 87,500 വെച്ചിട്ട് നമ്മൾ ഇനി അടുത്ത ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31/12/17.
നമുക്കിനി ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. സോ ഇവിടെ നമുക്ക് അസറ്റ് സൈഡിൽ നോക്കാം. ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ് സൈഡിൽ നമുക്ക് ഓപ്പണിംഗ് ഇവിടെയുള്ള ഈ ബിൽഡിംഗ് 50,000. Then furniture 20,000. Then ഈ വർഷം നമ്മൾ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് 32,000. കമ്പ്യൂട്ടർ 25,000. അല്ലേ? സോ അത് നമുക്കിവിടെ എഴുതാം. ഇൻവെസ്റ്റ്മെന്റ് 32,000. നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ്മെന്റിനുള്ള ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട് പറഞ്ഞത്. അപ്പോൾ ഇൻട്രസ്റ്റ് അക്രൂഡ് അത് നമ്മുടെ ഒരു അസറ്റ് ആണ്, കിട്ടാനുള്ളതാണ് 3,000. Then കമ്പ്യൂട്ടർ 25,000. അതായത് കമ്പ്യൂട്ടർ നമ്മൾ റെസിറ്റ് ആൻഡ് പേയ്മെന്റിൽ നമ്മൾ പേയ്മെന്റ് സൈഡിൽ കണ്ടതാണ് കമ്പ്യൂട്ടർ. ദെൻ ക്ലോസിംഗ് ബാങ്കിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഈ ക്ലോസിംഗ് ബാങ്ക് 59, ക്യാഷ് 25,000. സോ അത് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യണം. ബാങ്ക് 59,000 ആൻഡ് ക്യാഷ് 25,000. ഇത്രയും വാല്യൂസ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നൗ the liability side, that is first item is capital. Capital എന്ന് പറഞ്ഞാൽ 87,500 ആണ് ഓപ്പണിംഗ്. പ്ലസ് അതിലേക്ക് സർപ്ലസ് ആഡ് ചെയ്യണം. സർപ്ലസ് 11,000. നമ്മളിവിടെ നേരത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കണ്ടെത്തിയപ്പോൾ നമ്മൾ സർപ്ലസ് 11,000 നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ ടോട്ടൽ ക്യാപിറ്റൽ വാല്യൂ is 98,500. Then outstanding rent നമ്മൾ കൊടുക്കാനുണ്ട്. അത് അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് 1,000. സോ ദാറ്റ് 1,000. Then ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ 10,000 അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. Then donation for building 60,000. ലെഗസി ഇത് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഡൊണേഷനും ലെഗസിയും ക്യാപിറ്റലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയും ഐറ്റംസ് ബാലൻസ് ഷീറ്റിൽ വരുന്നുണ്ട്. അസറ്റിന്റെയും ലയബിലിറ്റിന്റെയും ഐറ്റംസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ദിസ് ഏരിയ കാൽക്കുലേറ്റർ നമ്മൾ ചെയ്താൽ മതി. 2,14,000. And here also it is 2,14,000. ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യാനുള്ളത്. അങ്ങനെ നമ്മൾ രണ്ട് ബാലൻസ് ഷീറ്റ് നമ്മളിവിടെ ടാലി ആക്കിയിരിക്കും. സോ ദിസ് പ്രോബ്ലം ഈസ് സോൾവ്. ഇത് നമ്മൾ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ അതിൽ ആവശ്യമുള്ള സബ്സ്ക്രിപ്ഷൻ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ആഡ് അക്രൂഡ്. അങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് 4,600, ബാങ്ക് ഇൻട്രസ്റ്റ് അങ്ങനെ 31,400. ഇവിടെ അഡ്വർടൈസ്മെന്റ്, ചാരിറ്റി, അതുപോലെ റെന്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്തിട്ട് 7,000. ദെൻ സ്റ്റേഷനറി, പ്രിന്റിംഗ്, ദെൻ സർപ്ലസ് 11,000. ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ദെൻ ബാലൻസ് ഷീറ്റ്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുള്ള ബിൽഡിങ്ങിന്റെ വാല്യൂ, ഫർണിച്ചറിന്റെ വാല്യൂ, ദെൻ റെസിറ്റ് ആൻഡ് പേയ്മെന്റിലുള്ള ഓപ്പണിംഗ് ബാങ്കും ക്യാഷും ഇവിടെ ആഡ് ചെയ്യുന്നു. ആൻഡ് ക്രെഡിറ്റേഴ്സും അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുള്ള ക്രെഡിറ്റേഴ്സ്. ഇങ്ങനെ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്തും. ദെൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു. ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് ദാറ്റ് ഈസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് സർപ്ലസ് ആഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യാൻ നമുക്ക് കിട്ടും. ഇപ്പുറത്തെ സൈഡിൽ ബിൽഡിംഗ്, ഫർണിച്ചർ, ഇൻവെസ്റ്റ്മെന്റ്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കിട്ടാനുള്ള 3,000 നമ്മൾ കറണ്ട് അസറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ദെൻ കമ്പ്യൂട്ടർ, ബാങ്ക്, ദെൻ ക്യാഷ്. ഇതെല്ലാം റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ക്ലോസിംഗ് ആയിട്ടുള്ള ബാങ്കും ക്യാഷും. ദെൻ ഹിയർ ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് ഗിവൺ ഇൻ ദ അഡ്ജസ്റ്റ്മെന്റ്സ്, അത് നമ്മുടെ ഒരു ലയബിലിറ്റി ആണ്. ദെൻ ക്രെഡിറ്റേഴ്സ് ഗിവൺ ഇൻ ദ അഡ്ജസ്റ്റ്മെന്റ്. ദെൻ ഡൊണേഷൻ ആൻഡ് ലെഗസി, ഇത് രണ്ടും റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഉള്ളതാണ്. ആൻഡ് ദ ടോട്ടൽ ഈസ് 2,14,000. Okay. Now the 16th problem.
16th question. Given below is the balance sheet of Amal and Midun, who share profits and losses in the ratio 3:2. So the profit sharing ratio 3:2. Balance sheet as on 1/1/2017, January 1, our balance sheet. Cash and bank, debtors, stock, machine, furniture. 50,000 creditors, partners capital account, that is 40,000 for Amal and Midun 30,000. So total 70,000, and the total of assets and liabilities are 1,20,000. Mr. Faisal is admitted into the partnership on the following terms. ഇനി പുതിയ ഒരാള് ഈ ഫോമിലേക്ക് വരികയാണ്. New partner has to bring 25,000 as capital and 10,000 as goodwill for 1/6th share. അപ്പോൾ 1/6th ആണ് ഇനി അയാൾക്ക് കിട്ടാൻ പോകുന്ന ഷെയർ. A creditor of 1,000 will not claim his amount. അപ്പോൾ ഇവിടെയുള്ള ക്രെഡിറ്റേഴ്സിൽ 50,000 ഉള്ളത് 49,000. Furniture is revalued at 20,000. അപ്പോൾ ഇവിടെ ഫർണിച്ചർ 25 ഉള്ളത് 20 ആവും. Revaluation account നമ്മൾ ഇതെല്ലാം കൊണ്ടുവരും. Stock reduced by 2,000. ഇവിടെ നമ്മൾ സ്റ്റോക്ക് 20 ഉണ്ട്, പക്ഷെ അത് 18,000 ആയി മാറും. Depreciation on machine at 10%. ഇവിടെ machine 50 ഉള്ളത് 45,000 ആവും. Prepare the revaluation account, partners capital account and the balance sheet after admission. ഈ അഡ്മിഷന് ശേഷമുള്ള ഇവരുടെ റീവാലുവേഷൻ അക്കൗണ്ട്, അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ട്, അതുപോലെ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. സോ വി ആർ ഗോയിങ് ടു ദാറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അസറ്റ്സും ലയബിലിറ്റീസും അതിന്റെ വാല്യൂവിലെ ഡിഫറൻസ് വരുന്നുണ്ട്. ആ ഡിഫറൻസസ് ആണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. അപ്പൊ ഇവിടെ ആദ്യം തന്നിട്ടുള്ളത് let's see, creditor will not claim 1,000. ഇവിടെ ക്രെഡിറ്റേഴ്സ് കുറയുന്നുണ്ട്. സോ ക്രെഡിറ്റേഴ്സ് 1,000 കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ റിവാലുവേഷന്റെ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഫേമിന്റെ അസറ്റ് ഗ്രോ ചെയ്യുക അല്ലെങ്കിൽ ലയബിലിറ്റി കുറയുകയാണെങ്കിൽ അത് റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കും. സോ ഇവിടെ ലയബിലിറ്റി കുറയുന്നതാണ് ഇവിടെ 1,000 കാണിച്ചത്. അതുപോലെ അസറ്റ് കുറയുന്നതാണെങ്കിൽ അല്ലെ അസറ്റ് കൂടുകയാണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും, അസറ്റ് കുറയുകയാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. സോ നെക്സ്റ്റ് വൺ ഈസ് ഫേർണിച്ചർ. ഫേർണിച്ചർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 25,000 ഉണ്ടായിരുന്നു, പക്ഷെ ഇറ്റ് ഈസ് റീവാല്യൂഡ് 20,000. സോ ഫേർണിച്ചറിൽ 5,000 കുറഞ്ഞു. ദെൻ സ്റ്റോക്കില് 2,000 കുറഞ്ഞു. Then machine 5% അല്ല 10% depreciation, that is 5,000 വീണ്ടും. അപ്പൊ ഇവിടെ നമുക്ക് നഷ്ടം ഉണ്ടായത് 12,000, ലാഭം ഉണ്ടായത് 1,000 ആണ്. അപ്പൊ അതിന്റെ ഡിഫറൻസ് 11,000 ഡിഫറൻസ് നമുക്ക് എന്നുവെച്ചാൽ നമുക്ക് നഷ്ടം 11,000 ആണ്. സോ അത് നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിലേക്ക് കൊടുക്കും. അപ്പൊ അമലിന് 2 ഷെയറും അതുപോലെ മിഥുന് 1 ഷെയറുമാണ്. അപ്പൊ അമലിന് ഈ 11,000 6,600 അമലിന് പോകും, 4,400 നഷ്ടം മിഥുന് പോകും. സോ ദിസ് ഈസ് ഹൗ വി ആർ പ്രിപ്പയറിംഗ് ദ റീവാലുവേഷൻ അക്കൗണ്ട്. ഇനി ഈ ഒരു എഫക്ട്, ഈ ചേഞ്ച് നമ്മൾ ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ റിഫ്ലക്ട് ചെയ്യും. സോ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ നമ്മളിവിടെ 3 പാർട്ട്നേഴ്സ് ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ particulars, then Amal, Midun and Faisal. ഇവിടെയും അതുപോലെ particulars, Amal, Midun and Faisal. നമുക്ക് നോക്കാം. ബാലൻസ് ബ്രോട്ട് ഡൗൺ. അപ്പൊ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അവരുടെ ബാലൻസ് അമലിന് 40,000 ഉണ്ടായിരുന്നു, മിഥുന് 30,000 ഉണ്ടായിരുന്നു, ഫൈസൽ വന്നില്ല. ഫൈസൽ ക്യാഷ് കൊണ്ടുവന്നു. സോ ഇറ്റ് വിൽ ബിക്കം 25,000 ഫോർ ഫൈസൽ. ഇനി ഇവിടെ
ഇയാളെ കൊണ്ടുവരുന്നതിന് ഇവിടെ പറയുന്നുണ്ട് 10,000 ആസ് ഗുഡ് വിൽ ആൻഡ് ഇറ്റ് വിൽ ബി ഗോയിങ് ടു ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. അപ്പൊ ഇവിടെ പ്രീമിയം, ഗുഡ്വില്ലിന്റെ പ്രീമിയം ആയിട്ട് അമലിന് ഫൈസൽ കൊണ്ടുവന്ന 10,000ന്റെ 6,000 അമലിന് കിട്ടുന്നു, 4,000 മിഥുനും പോകും. ഓക്കെ. Then on the other side, revaluation, the നഷ്ടം, revaluation, അതിന്റെ നഷ്ടം 6,600 രൂപയുടെ നഷ്ടം അമലും 4,400 നഷ്ടം മിഥുനും സഹിക്കേണ്ടി വരും. സോ ദെൻ ഫൈനലി ക്യാഷ്, ഇവർക്ക് കിട്ടാൻ പോകുന്ന ക്യാഷ് വാല്യൂ എത്രയുണ്ട്, അല്ലെങ്കിൽ ബാലൻസ് ക്യാരി ഫോർവേഡ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കാണിക്കാം. ആക്ച്വലി അതാണ്, ക്യാഷ് അല്ല, ബാലൻസ് ക്യാരി ഫോർവേഡ്. അവരുടെ ക്യാപിറ്റൽ, സോ ഫോർ അമൽ ഇറ്റ് ഈസ് 13. അത് നമ്മളിവിടെ ബാലൻസ് ചെയ്യണം. So it will become 46,000, 34,000 and 25,000. Again 25,000, 34,000 and 46,000. പിന്നെ ഇതിൽ നമ്മൾ ബാലൻസ് നോക്കണം. 46 66,600 പോയാൽ 39,400, then 29,600 and 25,000. ഇത്രയാണ് ഇവരുടെ ക്യാപിറ്റലിന്റെ വാല്യൂ ഉള്ളത്. ഇനി ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ബാലൻസ് ഷീറ്റ് ഇപ്പൊ ഇത്രയും ഇവരുടെ ഈ ഫൈനൽ ആയിട്ടുള്ള ഈ ക്യാപിറ്റലിന്റെ വാല്യൂ കൂടി കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അവരുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. സോ ഫസ്റ്റ് ഐറ്റം ഇവിടെ അസറ്റും ലയബിലിറ്റി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ലയബിലിറ്റി അസറ്റ് നമ്മൾ ആദ്യം ക്യാഷ് കൊണ്ടുപോകും. നമ്മളിവിടെ ഓപ്പണിങ്ങിൽ ഉണ്ടായിരുന്ന ക്യാഷ് ബാങ്ക് 2017 ഈ ക്യാഷിന്റെ വാല്യൂ എല്ലാം കൂട്ടിയിട്ട് നമ്മൾ ചെയ്യണം. ഇവിടെ ക്യാഷിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആദ്യം ഉണ്ടായിരുന്ന ഓപ്പണിംഗ് ക്യാഷ് 5,000. ഈ 5,000 പ്ലസ് ഇയാള് ഫൈസൽ കൊണ്ടുവരുന്ന 25,000 പ്ലസ് അയാളെ ഗുഡ്വില്ലിന്റെ പേരിൽ കൊണ്ടുവരുന്ന ഒരു 10,000, ഇങ്ങനെ 35,000 പ്ലസ് 5,000, that will become around 40,000 ക്യാഷ് ആയിട്ട് വരും. Then debtors, opening balance sheet debtors in the value 20,000, it is unaltered, so 20,000 debtors. Then നമുക്കറിയാം revaluation the stock, machine, furniture the value മാറിയിട്ട്, so stock will become 18,000, so 20k minus 2k, that is 18,000. Then machine 50k minus 5k, that is 45,000. Then we have furniture. Furniture ഇതിൽ 25,000 ഉണ്ടായിരുന്നു വാല്യൂ, അത് നമ്മൾ റിവാലുവേഷനിൽ 20,000 ആയി മാറി. 5,000 കുറഞ്ഞുകൊണ്ട്, സോ ഇറ്റ് ബിക്കം 20,000. സോ ഇത്രയാണ് നമുക്ക് അസറ്റ് സൈഡിലുള്ള വാല്യൂസ്. ഇനി ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് ഇവിടെ 49,000 ആയിട്ട്, അതായത് 50,000 ആയിരുന്നു. 50k minus 1k നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്, that is 49,000. Then capitals of partners, Amal 39,400, Midun 29,600 and Faisal 25,000. So that is 1,43,000. ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ബാലൻസ്, ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് ക്യാരി ഫോർവേഡ് എന്നുള്ള രീതിയിൽ അവരുടെ ബാലൻസ് ആയിട്ടുള്ളത്
ആ എമൗണ്ട്സ് നമ്മളിവിടെ ബാലൻസ് ഷീറ്റിൽ അവരുടെ ബാലൻസ് ആയിട്ട് കാണിക്കുന്നു. അങ്ങനെ ടോട്ടൽ 1,43,000 ആണ്. സോ നമുക്ക് കൂടി നോക്കാം. ആദ്യം റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്, ഫർണിച്ചറിന്റെ കുറഞ്ഞു, സ്റ്റോക്ക് കുറഞ്ഞു, മെഷീൻ ഡിപ്രിസിയേറ്റ് ചെയ്തു. അങ്ങനെ പാർട്ട്നേഴ്സിന്റെ ലോസ് വന്നു 11,000. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ നമ്മളിവിടെ അമൽ, മിഥുൻ, ഫൈസൽ 3 40,000 30,000. ഫൈസലിനില്ല, ബാലൻസ് ബ്രോഡ് ഓൺ. ക്യാഷിന്റെ കേസിലാണെങ്കിലും 2 ആൾക്കില്ല, മിഥുൻ 25,000 കൊണ്ടുവന്നു. പ്രീമിയം ഈ ആൾ കൊണ്ടുവന്ന ഗുഡ്വില്ലിന്റെ വാല്യൂ അമലും മിഥുനും ഷെയർ ചെയ്തു. അങ്ങനെ 60,000 6,000 4,000. അങ്ങനെ ഇവിടെ ടോട്ടൽ 46,000 34,000 25,000 വരും. ഇനി ഇതുപോലെ നമ്മൾ ലയബിലിറ്റി ഡെബിറ്റ് സൈഡിൽ നോക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട് ഇതിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റീവാലുവേഷന്റെ ലോസസ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യണം. അമലിനും മിഥുനും അത് ഷെയർ ചെയ്യണം ചെയ്തു, ഫൈസലിനില്ല. ദെൻ ക്യാഷ് അല്ല, ഇതിന്റെ ബാലൻസ് ക്യാരിഡ് ഓൺ എന്നാണ്. ബാലൻസ് ക്യാരിഡ്, അതായത് ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള ഈ വാല്യൂസിന് നെക്സ്റ്റ് പീരീഡിലേക്ക് അവർ മുന്നോട്ട് പോകാനുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഇതിന്റെ ബാലൻസ് നമ്മൾ എടുക്കുമ്പോൾ 39,400 ഫോർ അമൽ, 29,600 ഫോർ മിഥുൻ ആൻഡ് 25,000 പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 25,000 ഫോർ ഫൈസൽ. Then after this we are preparing the balance sheet. ഇവിടെ ക്യാഷ് ആയിട്ട് 5,000 ഉണ്ടായിരുന്നു, 5,000 ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നു. അതിലേക്ക് ഫൈസൽ കൊണ്ടുവന്ന 25,000 പ്ലസ് ഒരു ഗുഡ്വില്ലിന്റെ പേരിൽ ഒരു 10,000 കൊണ്ടുവന്നിട്ടുണ്ട്. സോ അങ്ങനെ അത് 40,000 ആവുന്നു. Then debtors 20,000, stock 18,000, machinery 45,000. Explain this. Then furniture 20,000. Then here creditor 49,000. So partners capital account ഇവിടെയുള്ള ഈ ബാലൻസുകൾ നിങ്ങൾക്ക് 39,400, 29,600 and 25,000. So total is 1,43,000. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇതിൽ പറഞ്ഞിട്ടുള്ള 8 മാർക്സ് കിട്ടും. ഇത് ഓരോ സ്റ്റേജസിലും മാർക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോവാണ് ചെയ്തത്. സോ അങ്ങനെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ഇവിടെ തീർത്തിരിക്കുകയാണ്. താങ്ക് യു.